മോനെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്തോ. അരി 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. ഒരു 1/2 കിലോ പഞ്ചസാര. അതെ 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ. പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അത് വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടിയ അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല. അത് തന്നെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം ഉണ്ടോ അങ്ങേർക്ക്? പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. മറച്ചിരിക്കാൻ നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് ചോദിച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തിന്റെ ലക്ഷ്മിയെ. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. എന്ത്? മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറും. ഗോമാതാവേ, പതുക്കെ. പശുവാട്ടോ. അയ്യോ അയ്യോ. എന്തിനാ ഹരിയായിട്ട് അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലം പോയി. ഇനി അച്ഛനെ ഇന്ന് നല്ലത് കിട്ടും. നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി? എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവാശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കെട്ടടി നീ. അത് തന്നെയാ നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ചു പോവേള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല, ഈ കല്യാണാലോചന. എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി, കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും. നിങ്ങൾക്കാരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ, ഇങ്ങോട്ടിരിക്കാം. വരൂ, ഇങ്ങോട്ടിരിക്കാന്ന്. ഐശ്വര്യമായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹൈ, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെ അല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതി അമ്മ തന്നെ അല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീട് ആള് മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ചളാക്കല്ലേ, കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ 2 ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ സുഖു, അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും.
അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ആ, വാടാ. ശരി സുഖു. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. കൊന്നുകളയി ഞാൻ. സ്വന്തം പെങ്ങളെ കല്യാണം മുടക്കാൻ പോയേക്കണു. പെങ്ങളെ കെട്ടാൻ എന്ത് യോഗ്യതാടാ ഇവനുള്ളത്? നിന്റെ കൂടെ കളിച്ചു വളർന്നതോ? ആർക്ക് കൊടുത്താലും വേലയും കൂലിയില്ലാത്ത നിന്നെ പോലൊരുത്തിന് തരില്ല ഞാൻ എന്റെ മോളെ. പള്ളിമുറ്റത്ത് തോർത്ത് വിരിച്ചിരിക്കുന്ന തെണ്ടിക്കൊണ്ടല്ലോടാ പറയാനൊരു പണി. നിനക്കെന്താ ഉള്ളത്? എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയ? നിനക്കിനി വല്ല പൂതി മനസ്സിൽ കയറിയിട്ടുണ്ടോടി? ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കണം, അതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇവന്റെ കൂട്ടും കൂടി ഇതുപോലെ വല്ല പോക്കരുത്തരത്തിനും പോയി എന്ന് ഞാൻ അറിഞ്ഞ പേട്ടി നുറുക്കിക്കളയും ഞാൻ. അവനൊന്നും പറയണ്ട, എല്ലാത്തിനും കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാവും വന്നത്. എന്തിനാണാവോ? ഇവക്ക് വേറെ കല്യാണാലോചന എന്ന് കേട്ടപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാനാ ആദ്യം തോന്നിയത്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചത്? വിളിച്ചിറക്കിക്കൊണ്ട് പോവായിരുന്നില്ലേ? നീ പോവില്ല, നിനക്കറിയാം. പോയ പട്ടിണി കിടന്ന് ചാവൂന്ന്. എടാ, ആദ്യം ആണുങ്ങളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാക്കി, എന്നിട്ട് വന്ന് പെണ്ണ് ചോദിക്കും. അപ്പൊ ആലോചിക്കാം കല്യാണ കാര്യം. പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല, വേറെ സ്ഥലം നോക്കിക്കോണം. എന്താ ഈ കാട്ടണത്? കുറച്ച് കാശ് വേണം. ഒരു ജോലി കിട്ടുന്നവരെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഹരി, നീ എങ്ങനെ പോണില്ല. തടയണ്ട, ഞാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ പറഞ്ഞ യോഗ്യതകൾ നേടി കഴിയുമ്പോൾ അമ്മാവനോട് പറഞ്ഞേക്ക് ഈ പൈസക്ക് കണക്ക് വെച്ചോളാം. പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. എന്നാലും അത്രയും പറയണ്ടായിരുന്നു. ഒന്നുമില്ലേലും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എല്ലാം പറഞ്ഞതുപോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. ഇന്ന് തന്നെ തീർക്കണം നായിന്റെ മോനെ. എന്നാ ശരി. നാണു, താൻ വെളുപ്പിന് എഴുന്നേറ്റ് പോര്. വെള്ളം തിരിക്കാൻ അനി വന്നോളൂ. വേണ്ട, ഞാൻ ചെയ്തോളാം. നാളെ കടയിൽ പോകാനുള്ളതല്ലേ അനിക്കുട്ടന്. 100 ആയുസ അനിക്കുട്ടന്. എന്താടാ, എന്തു പറ്റി? ഹരി പോയി. പോവേ? എങ്ങിട്ട്? അറിയില്ല, ഇനി വരില്ല. എന്തിനാണ് അച്ഛ എല്ലാരും ഇങ്ങനെ വേദനിപ്പിക്കണേ? അതുകൊണ്ട് എന്ത് സുഖം അച്ഛനെ കിട്ടണേ? ഇനി ഇതെല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തം മക്കൾക്ക് തരാനാണ് മോഹമെങ്കിൽ അച്ഛനെ തെറ്റി. ഹരിക്ക് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. നീയും അച്ഛൻ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിന്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടില്ല. ഗോവിന്ദൻകുട്ടി പറയുന്നത് പോലെ എന്റെ കയ്യിൽ ഒരു പവർ ഓഫ് അറ്റോർണി ഇല്ല. ഈ കാണുന്നതെല്ലാം ഹരിയുടെയാണ്. ഞാൻ വെറും കാവൽപ്പട്ടി. അവൻ നന്നാവാൻ വേണ്ടി മാത്രമേ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്നതൊക്കെ അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതൊന്നും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ അച്ചു, അവള് ഹരിക്കുള്ളതാ. അത് ഹരിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത വാക്കാ. മണ്ണ് വിറ്റ് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അവനൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത്രയേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനിൽ ആ വാശി ഉണ്ടാക്കാനാ ഞാൻ ഓരോന്ന് പറയുന്നത്. നീ വിഷമിക്കണ്ടടാ, അവൻ എവിടെ പോവാനാ? ഞാൻ വിളിച്ച അവൻ വരും. നീയും അവനും എനിക്കും ഒരുപോലെയല്ലേ? വീട്ടിലേക്ക് ചെല്ല. അവിടെ അമ്മ അച്ചു ഒറ്റയ്ക്കാ, അവര് പേടിക്കും. പൊയ്ക്കും, ഞാൻ ഹരിയെ വിളിച്ചോണ്ട് വരാം. പൊയ്ക്കും.
എടാ അവിടെ നിൽക്കാൻ, നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അവിടെ നിൽക്കാൻ ഹരി. എടാ എടാ നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്. എടാ വേണ്ട, പറഞ്ഞ അനുസരിക്കില്ലേ നീ? എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടില്ല. ഒരുമിച്ച് തീർത്ത് കളയണം രണ്ടിനെയും. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. വെട്ടിക്കൊല്ലണ ഈ നായിന്റെ മോനെ. ഹരിയെ പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ താൻ അച്ഛനെ കൊന്നോട് പ്രതികാരം ചെയ്യാൻ പേനാക്കത്തിയായിട്ട് ഇറങ്ങിയിരിക്കുക. എന്ത് പ്രതികാരം? കൊന്നു എന്നത് ഹരിയുടെ തോന്നൽ മാത്രമായിരുന്നു. ഞങ്ങളുടെ എല്ലാം ജീവിതം ഇരട്ടിലാക്കിയ ഹരിയുടെ മാത്രം വിശ്വാസം. സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ തൃക്കണ്ണ് തുറന്നത് ഈശ്വരൻ തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. 7 വർഷങ്ങൾ പോലീസ്, കോടതി, വില കൊടുത്ത് അനന്തൻ മായ്ച്ചു കളഞ്ഞ തെളിവുകൾ കൊണ്ട് കേസിൽ അവർ ജയിച്ചു. ഇതിനിടയിൽ ഹരിയെ തേടാത്ത സ്ഥലങ്ങളില്ല, തിരയാത്ത മുഖങ്ങളും. ഇനി വെറും 3 മാസം. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹരിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എന്റെ അച്ഛൻ കാവലിൽ നിന്ന് ഹരിയുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമാവും. ഹരിയുടെ ഒരു തരി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ അച്ഛൻ പറഞ്ഞ യോഗ്യതകളുമായി എന്നെങ്കിലും തിരിച്ചെത്തുന്ന ഹരിയേയും കാത്ത് ഒരു പെങ്ങൾ എന്റെ വീട്ടിലുണ്ട്. അവൾക്ക് അവനെ വേണം. എനിക്ക്. നീ പറയുന്നൊക്കെ സത്യമായിരിക്കും, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഹരിയല്ല ഹരീന്ദർ സിംഗ്. അതെ, മലയാളം പറയുമെങ്കിലും അയാൾ ഒരു സിഖുകാരനാണ്. അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. ഹരീന്ദ്രന്റെ വലിയ കുടുംബമുണ്ട്. അയാൾ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിട്ടാ. പിന്നെ ആകെ ഒരു കുഴപ്പം, പെങ്ങന്മാരാരെങ്കിലും ഒന്ന് നോക്കിന്ന് പറഞ്ഞാ മതി. वो देख नीतू, पागल किशन खड़ा है वहाँ पे. कितनी सोहनी कुड़ी आ रही है. देखा, अगर आज वो मेरे साथ मस्करी करेगा ना, कसम से मैं वो कुत्ते को जूते से मारूंगी. ओ मेरी चम्मच छल्लो, कित्थे चलिए? 1 मिनट जरा गल तो सुन ले. आज तो फैसला करके ही जाना है. तेरी माँ बहन को जाकर बोल, फैसला वो करेंगे. ओए, बहुत जल्दी चढ़िए. छोड़ मुझे, हाथ छोड़. नहीं छोड़ा तो बहुत मजाक करा है तूने. छड़ना. ओए आजा मेरे नाल खेत में. छोड़ना साले.
सुअर के बच्चे ने मेरे बहन पे हाथ उठाने की जरूरत की? मैं हूं, क्या करेगा तू? ബേട്ടാ അയ്യോ എന്റെ മോൻ എന്ത് പറ്റി? കിഷൻ സിംഗിനെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചത്. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ? ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്.
പഠിക്കാൻ വിട്ടാ പഠിച്ചിട്ട് വരണം. അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാണ്ടല്ലോ. ദേ ഇതുപോലെ കയറി നിരങ്ങും ആങ്ങളമാര്. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതല. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. ഏയ് പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് ചവിട്ടി നടു ഓടിക്കും ഞാൻ. അളിയനായി പോയി ഇല്ല മുട്ടുകാലി കയറ്റിയാ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ അവന്റെ ചളുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല, മഹാതണ്ടിയാണ്. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. हरी ने हरिंदर सिंह. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട. നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ? ടൗണിൽ പോണെന്ന് പറഞ്ഞ അവളമാര് വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പനുള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ. ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ശ്വേത എന്ത് കോലമാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം, ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മതി. നീ കടയിൽ കയറില്ലേ? കയറിട്ടേ പോവുള്ളൂ. പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല പറയുന്നോടാ. ഈ അവന്റെ അനിയനാണ് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരി അന്വേഷിച്ചു വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. അതാ ശ്വേത, നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം?
അതാ എന്റെ പൂജ. ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അനിയനല്ലെങ്കിലും ഞാൻ നിനക്ക് ഒരെണ്ണം തന്നു. നമ്മുടെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നോക്കടാ, അവന്മാര് വായും കീറി കറങ്ങുന്ന കണ്ട. മല്ല് കണ്ട ഇന്നിവിടെ തീ പാറും. ശ്വേത ഭയ്യ ഇവനാരടാ? ഹിറ്റ്ലർ മാധവൻകുട്ടിയോ? ഇങ്ങനെ പോയാ മിക്കവാറും ഇവന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. നീ ആ പെൺകുട്ടികളെ കണ്ടില്ലേ? അവനും അവരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്? അവന്റെ അതേ കണ്ണുകൾ, അവന്റെ അതേ മൂക്കുകൾ. വേറൊന്നും അവനെ പോലെ ആകാതിരുന്നാ മതിയായിരുന്നു. സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം പാഴാക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചറൊട്ടിക്കാൻ പഠിപ്പിക്കാം. ഒട്ടിക്കാനല്ല, പിന്നെ ഒട്ടാൻ. ഒട്ടാനാ? നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിപ്പിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. ഒട്ടുക. അവളുമായിട്ട്, ആ പൂജയുമായിട്ട്. എന്തിന്? ഒട്ടുപാല് ചവിട്ടി വലിക്കുന്ന പോലെ മല്ലു ഇവനെ ചവിട്ടി വലിക്കുന്നത് കാണാനോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം ഈ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. എടാ, അവളെ, ആ പൂജയെ നീ വളയ്ക്കണം. എന്നിട്ട് അവളുടെ മനസ്സിന്റെ താക്കോല് നീ നിന്റെ കൈവെള്ളയിൽ വാങ്ങണം. എന്തിന്? നീ പറയുന്ന പോലെ മല്ലുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അവളിലൂടെ നീ അതങ്ങ് തുറന്നെടുക്കണം. അതെങ്ങനെ? 24 മണിക്കൂറും തലയിൽ പന്തവും ചുറ്റി കൂടെ നടക്കുകയല്ലേ ആങ്ങളെന്നും പറഞ്ഞു. മോനെ, അനിമോനെ, അതിന് മാർഗമുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ ബൈസാക്കി ഉത്സവം തുടങ്ങും. അന്ന് ഈ മല്ലു സ്ട്രീറ്റിന് ഉറക്കമില്ല. രാപകലില്ലാതെ എല്ലാവരും മതി പറന്ന് ആഘോഷിക്കുന്ന സമയം. നിനക്കറിയോ, അങ്ങനെ ഒരു ഉത്സവത്തിനാ ഞാൻ എന്റെ ശ്വേതയെ വളച്ചത്. നീയും എന്നെ പോലൊരു മിടുക്കനാ. നിനക്ക് അതിന് സാധിക്കും. എന്താടാ? എന്നെ നന്നായി. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരാരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്ത് ഇടിക്കുകയും ചെയ്യാം, അവള് വരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം. നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റേക്ക് പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നേ.
ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീങ്ങി വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കിപ്പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ അങ്ങ് നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാര്? എന്റെ അമ്മായിയുടെ മോന. ഓ, പക്ഷെ മറ്റേ പാട്ട് പാടാലോ. സോനരേ സോനരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ചാണകം ചവിട്ടി തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും പോലെ പറന്നു നിന്നോണം.